ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് ആ നടത്തറ ജംഗ്ഷൻ ഉണ്ട്, ആ സിഗ്നലിൽ NH അവിടുന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം ഉള്ളിലോട്ട് മാറിയിട്ടാണ്. അതായത് ബസ് റൂട്ട് തൊട്ട് അടുത്ത് തന്നെയുണ്ട്. 5,150 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിലാണ് 3 ബെഡ്റൂമോട് കൂടിയ ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം വീതി കൂടി ടാറിംഗ് റോഡാണ്. അതായത് 5.5 മീറ്ററോളം വീതിയുണ്ട്. ഒരു കാറൊക്കെ കിടക്കാൻ വെച്ചാൽ മറ്റൊരു വാഹനത്തിന് പോകാനുള്ള ഒരു സ്പേസുള്ള ഒരു ഇടം തന്നെയാണിത്. അതുപോലെ ഈ ഒരു ഭാഗത്തെ നല്ലൊരു വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. വീതി കൂടിയ ടാറിംഗ് റോഡാണ്. അപ്പോൾ അടുത്തൊക്കെ ധാരാളം പുതിയ വീടുകൾ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. 5,150 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മാണം കേട്ടോ. അതുപോലെ വീതി കൂടി നല്ലൊരു സ്ലൈഡിങ് ആയിട്ടാണ്, അത് ഫോൾഡിങ്ങോട് കൂടിയിട്ടുണ്ട് ഈ ഒരു സൈഡ്. വലിയൊരു വാഹനമൊക്കെ നമ്മുടെ വീടിനകത്ത് ഈ ഭാഗത്തേക്ക് കടത്തി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. ഇന്നോവ പോലുള്ള വാഹനമൊക്കെ നമുക്ക് ഇവിടെ കയറ്റി നിർത്താം. അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്തും കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ധാരാളം ടെസ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലെ എലിവേഷനിൽ തന്നെ ധാരാളം ടെസ്റ്റ് വർക്കുകളും ടൈൽ വർക്കുകളും വാം ലൈറ്റുകളും നല്ല കളർഫുള്ളായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഈ സൈഡിലൊക്കെ ടൈലാണ്, വുഡ് ഡിസൈനുള്ള ടൈലാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം വാം ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ LED ഒക്കെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെയൊക്കെ കളർ പെയിൻറ്റിങ് വരാറുണ്ട് ഈ പോർച്ച് ടൈലിൽ, ഇതൊക്കെ ഫിനിഷിങ്ങിൽ നടക്കും. അതുപോലെ ധാരാളം സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അതുപോലെ തൈകളൊക്കെ നടാൻ ബേബി മെറ്റിൽ മാറ്റിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെയുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് കാണാം ധാരാളം വീടുകളുണ്ട്. എല്ലാം പുതിയ വീടുകളാണ്. എല്ലാ വീടുകളും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ. നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ് ഈ ഒരു സൈഡിലും കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. എത്ര വലിയ പ്രളയം വന്നാൽ വെള്ളം കയറാത്തൊരു ഏരിയയും, അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നോട്ടെ ഇവിടെ വെള്ളത്തിന് ഒരു ക്ഷാമമില്ലാത്തൊരു ഏരിയ തന്നെയാണിത്. നമുക്ക് കാണാം ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. പടിഞ്ഞാട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വീതി കൂടിയ 2 സ്റ്റെപ്പൊക്കെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്, ഗ്രാനൈറ്റാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ പാളി ഡോറോട് കൂടി തേക്ക് വുഡിലാണ് കേട്ടോ ഡബിൾ പാളി കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണിത്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിൻഡോസും സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം ഹോൾ സീലിംഗ് വർക്ക് ഈ ലിവിങ് ഹാളിൽ ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് ഹോൾ സീലിംഗ് വർക്ക് LED ബൾബ് സ്ട്രിപ്പൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ലിവിങ് ഹാൾ മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു TV യൂണിറ്റ് മൾട്ടിവുഡിലാണ് ഈ TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ചെറിയ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ലിവിങ് ഹാൾ മനോഹരമാക്കിയിരിക്കുന്നത്. അതുപോലെ ലിവിങ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയാണ് നമുക്ക് കാണാം. LED ബൾബൊക്കെ വെച്ചിട്ട് ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കണം. ഒരു L ഷേപ്പിൽ ആണ് ഇവിടെ ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. 2x4 ആണ് ഇവിടെ ടൈലിൻ്റെ സൈസ്. വീതി കൂടിയ ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ് ഹാളും നല്ല മനോഹരമായ രീതിയിൽ കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വാം ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹോൾ സീലിംഗ് വർക്കൊക്കെ. ഈ ഒരു സൈഡിലാണ് വാഷേരി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും മനോഹരമായ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. LED ബൾബെല്ലാം വെച്ച് പുതിയൊരു ട്രെൻഡിലാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് 3 ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെ ടൈല് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോസൊക്കെ ചെയ്തിരിക്കുന്നത്. വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മിററോട് കൂടിയിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെ വാൾ ടൈൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോക്സോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹീറ്ററുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. 5,150 സെൻറ്റ് സ്ഥലത്താണ് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേ യൂണിഫോം തന്നെയാണ് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെ അപ്പോക്സോട് കൂടിയിട്ട്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമും വാഷേരിയോട് കൂടിയാണ് കൊടുത്തിട്ടാണ് കേട്ടോ.
വാഷിനുള്ള സൈഡ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീതി കൂടി ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും ഡെസ് യൂണിറ്റോട് കൂടി തന്നെയാണ് വാൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. ഇത് 3ാമത്തെ ബെഡ്റൂം. അതേ മാച്ചിങ്ങിൽ തന്നെയാണ് ഇവിടെയും ടൈല് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് ടൈല്, വീതി കൂടിയ ടൈല് തന്നെയാണ്. ഇവിടെയും വാൾ ടോപ്സ് ഡെസ് യൂണിറ്റോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മിററൊക്കെ വെച്ചിട്ട് 3 കള്ളി വാൾ ടോപ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ സൈഡിൽ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. വർക്കുകളെല്ലാം ഫിനിഷിംഗ് ആണ്. ഇവിടെയും ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9.5 കിലോമീറ്റർ ദൂരം. അതുപോലെ ആ നടത്ര സെൻട്രയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരവും. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ, അത്രയേ ഉള്ളൂ. തൊട്ടടുത്ത് നമുക്ക് കാണാവുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഡൈനിങ് ഹാളിൽ നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഒരു വുഡ് ഡിസൈനിൽ കൂടിയ ടൈലാണ് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്ക് താഴേനും കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോപ്സ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസുകളൊക്കെ 2 സിംഗിൾ പാളി കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിക്കുള്ള സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകൾ വശത്ത് ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സൈഡിലൊക്കെ ടൈല് കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈല് തന്നെയാണ് കിച്ചണിലും ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെയും അതേ മാച്ചിങ്ങിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന നിലയിൽ പ്രത്യേക വാഷ് ഏരിയയൊക്കെ സെറ്റ് ചെയ്ത് മുകളിൽ കബോർഡ് വർക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെയും ഹോൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ഒക്കെ വെച്ചിട്ട് സൈഡിലൊക്കെ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സേഫ്റ്റി ഡോറുണ്ട്. പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണിത്. ഇവിടെയെല്ലാം കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട്. കയ്യിലൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സൈഡിലെല്ലാം നമ്മൾ സൈഡ് മറച്ചിട്ടുണ്ട്. അപ്പുറത്ത് വീട് തന്നെയാണ്. ഈ സൈഡിലേക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബേബി മെറ്റൽ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുള്ള കാരണം സ്റ്റെയർ കൊടുത്തിരുന്ന പുറത്തുനിന്നാണ്. ഈ ഒരു സൈഡിൽ നിന്നാണ് വീടുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം. ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ കിണറാണ്, ഓപ്പൺ വെല്ലാണ് ഇവിടെ കണ്ടത്. 5,150 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റാണ് വീട്. 3 ബെഡ്റൂമുള്ള ഈ വീടിനെ ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 44 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീട് കാണുന്നതിനും അതുപോലെ എൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ഞങ്ങളുടെ കൈവശം 35 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വീടുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.